നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി ഐക്യരാഷ്ട്രസഭ. തെക്കൻ ഗാസയിലെ UN അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ UN മാനുഷിക സഹായ ഓഫീസിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി ഇന്ന് വരാനിരിക്കെ കൂടിയാണ് ഇസ്രയേലിനോടുള്ള ഈ ആഹ്വാനം. ഖാൻ യൂനിസിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഖാൻ യൂനിസിലെ നാസർ അൽ അമൽ ആശുപത്രികൾക്ക് സമീപം രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇസ്രയേൽ സൈന്യം മേഖല ഉപരോധിച്ചിരിക്കുകയാണെന്ന് UN ഓഫീസ് കോഓർഡിനേറ്റർ തോമസ് വൈറ്റ് പറഞ്ഞു. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ അറിയിച്ചു. സമ്പൂർണ്ണ വെടിനിർത്തലാണ് തുടക്കം മുതൽ ഹമാസ് ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോടതി വിധിച്ചാലും ഗാസയിൽ യുദ്ധം തുടരാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനമെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിനെയും ഇസ്രയേൽ എന്ന രാജ്യത്തെയും തുലനം ചെയ്തുകൊണ്ടുള്ള ഇടക്കാല വിധിക്ക് സാധ്യത കുറവാണെന്നും ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന വാദം പരിഹാസ്യമാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യ തന്നെയെന്ന് യുഎസിൽ എക്കണോമിസ്റ്റ് യുഗവ് പോൾ നടത്തിയ സർവേയിൽ 35% പേർ അഭിപ്രായപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്ന് ഇടക്കാല വിധി പ്രഖ്യാപിക്കും. ദക്ഷിണാഫ്രിക്കയുടെ ഹർജിയിൽ ജനുവരി 26-ന് 12 മണിക്ക് 17 ജഡ്ജിമാരുടെ പാനൽ വിധി പ്രഖ്യാപിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി കൂടിയായ ICJ ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഗാസ ആക്രമണം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ കോടതി പ്രഖ്യാപിച്ചേക്കും. ഈ മാസം 11, 12 തീയതികളിലാണ് ദ്വിദിന വിചാരണ നടന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വിനാശകരമായ സൈനിക നടപടി അടിയന്തരമായി നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന് ദക്ഷിണാഫ്രിക്ക ലോക കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പലസ്തീൻ ജനതയെ കഠിനവും അപരിഹാര്യവുമായ നാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നായിരുന്നു വാദം. കൂടാതെ ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ ഇസ്രയേലിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.